കർണാടക അങ്കോള ശിരൂർ മണ്ണിടിച്ചിലിൽ അപകട സ്ഥലത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവറായ രവി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. മണ്ണിടിച്ചിലുണ്ടായതിന് ഏതാനും മിനിറ്റുകൾക്കകം രവി അടക്കമുള്ള ഡ്രൈവർമാർ അവിടേക്ക് എത്തിയിരുന്നു. രവിയെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. രവി, ഈ സംഭവം നടക്കുന്നത് രാവിലെ 8:30യോടുകൂടിയാണെന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. ഈ സമയം രവി അടക്കമുള്ളവർ ഏത് ദിശയിലാണ് സഞ്ചരിച്ചിരുന്നത്? അവിടുത്തെ ആദ്യ കാഴ്ചകൾ അതെങ്ങനെയായിരുന്നു? രവി കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസത്തിന്റെ അടുത്തായി. അത് നടക്കുന്നതിന്റെ ഒരു മാക്സിമം ഒരു 10-25 മിനിറ്റ് ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. രവി ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ അങ്കോളയിൽ തന്നെയാണോ ഉള്ളത്? അവിടെ തന്നെ, അവിടുന്ന് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. രവി, അന്ന് ഏത് ദിശയിലാണ് സഞ്ചരിച്ചത്? ഈ അർജുന്റെ ലോറി സഞ്ചരിച്ച അതേ ദിശയിൽ തന്നെയായിരുന്നു നിങ്ങൾ സഞ്ചരിച്ചു വന്നത്? അവിടെ ഈ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായ കാഴ്ചകൾ അതെങ്ങനെയായിരുന്നു? നമുക്ക് ഭയങ്കര ദുരന്തമായി, അതായത് ഞാനും കൂടെ ഞങ്ങളെല്ലാം കൂടെ ഇത് പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അത്രയും ഷോക്കിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാല് കുറച്ചുകൂടി ഒരു 15-20 മിനിറ്റ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ട് അവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ ഒരു ഹോട്ടലുണ്ട്. വെള്ളം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത്. പക്ഷെ അത് എന്തോ ഒരു ഭാഗ്യ പിന്നോട്ടായി പോയി. രവി, സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു പാതയാണോ ഇത്? നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടാണ് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം വെച്ചാല് ആ ഹോട്ടലിലത്തെ ഒരു ഫാമിലി പോയി. പിന്നെ അതുപോലെ കോഴിക്കോടുള്ള ഒരു തടിവണ്ടി കൊണ്ടുവരുന്ന പിന്നെയും വണ്ടികൾ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസം അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. 50 മീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ്. ശരി രവി, ആ ഒരു ദിവസം നിങ്ങൾ ഈ അപകടം തിരിച്ചറിഞ്ഞ സമയം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നിങ്ങൾ ആരെയൊക്കെയാണ് സമീപിക്കാനായി ഒരുങ്ങിയത്? അങ്ങനെ സമീപിക്കാന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ സംഭവിച്ച രീതിയിൽ നമുക്ക് ആരൊക്കെ സമീപിക്കണം, എന്തൊക്കെ പറയണം ഒന്നും ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ഷോക്കായിരുന്നു. അത്രയും ഒരു എന്താ പറയാ, അതായത് ഇത്രയൊരു വലിയൊരു സംഭവത്തെ ഉൾക്കൊള്ളാൻ പാകത്തിനൊരു മനസ്സ് പോലും ആ സമയത്ത് തയ്യാറായില്ല. അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുന്നു. ആ സമയത്ത് അവിടെ അതായത് ഒരു കടകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം കടകൾ ഉണ്ടായിരുന്നുവെന്നോ അവിടെ എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു ആ സമയം? അതൊന്നുമില്ല. നമുക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയ അല്ല പോയിട്ടുള്ളത്. അങ്ങനെ അപ്പുറത്തോട്ടാണ്. അതായത് 1.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ ഈ സാധനം ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ച് ഇടിഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്നാലും അത്രയും 2 കിലോമീറ്ററോളം അങ്ങോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്, അപ്പുറത്തെ സൈഡ് പോവാണ്. പക്ഷെ അവിടുന്ന് തിരിച്ചു വരുന്ന ആ ഒരു ഏരിയയിലാണ് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു വണ്ടി മാത്രം ഞങ്ങളെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു, ഒരു ടാങ്കർ. ആ പുള്ളിക്കാരൻ വണ്ടി മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അയാള് മരിച്ചു. അയാള് കണ്ടു കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ടാങ്കർ ഡ്രൈവറെ പോയി. ഇന്നലെ മിനിഞ്ഞാന്നാണ് കൊണ്ടുപോയി. രവി, ഇപ്പോൾ ആങ്കോളയിൽ തന്നെയാണോ ഉള്ളത്? നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുകയോ ഒക്കെ ചെയ്തിരുന്നോ? അവിടെ തന്നെ. ഇപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? താങ്കൾ അത് അടുത്തു നിന്ന് കാണുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം? വളരെ 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 ഫാസ്റ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാല് എത്രയും പെട്ടെന്ന് വളരെ ഫാസ്റ്റിലാണ് ഈ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിൽ നിന്നുമാണ് ഇത് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാറക്കെട്ടുകളാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഈ ചരലിൽ നിന്ന് ഉള്ളിൽ നിന്ന് പാറ വന്ന് വീണ് JCB കൂടുന്ന കുത്തി ഒരുപാട് ാണ് ഇപ്പൊ ഈ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു എന്നൊക്കെയാണ് ആദ്യം കേട്ടത്. ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ടോ? മഴ ഇപ്പോഴും എന്തെന്നാ പറയാ, മഴ മാറിയിട്ടൊന്നുമില്ല, ചാരിക്കൊണ്ടേ നിൽക്കുന്ന ഒന്നുമില്ല. നല്ല രീതിയിൽ മഴ പെയ്യും, പിന്നോട്ട് പോവും. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്, പറ്റാത്തൊരു അവസ്ഥയിലാണ്.
കടകളുണ്ട്. ഇനി കടകൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ വന്നിട്ട് കുറച്ച് സമയത്ത് നമുക്ക് ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വണ്ടിക്കാർക്കും ഒരു 10, 15, 20ഓളം വണ്ടികളുണ്ട് ഇപ്പൊ അവിടെ. രവി അടക്കം എത്രത്തോളം ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ഓൾറെഡി ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഒരു 10-25 പേര് ഇപ്പൊ ഇവിടെ ഉണ്ടാവും. അതായത് ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഈ 25ഓളം ആൾക്കാരും ഇപ്പോൾ ഇന്ന് രാവിലെ മുതലാണോ ഈ ഒരു ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ച അവിടെ കാണുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതെങ്ങനെയായിരുന്നു? സംഭവിച്ച ആ സമയത്ത് തന്നെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇവിടെ അത്രയും വലിയ സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷെ നമുക്ക് ആ ഒരു ചെറിയൊരു ഇതായിട്ട് കണ്ടേ. പക്ഷെ അതൊരു ബെൻഡ് റോഡായതിന്റെ പേരില് നമുക്ക് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ദൂരം ഈ മല ഇടിഞ്ഞിട്ട് കിടപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സംഭവിച്ചത് അപ്പുറത്തേക്കായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ സൈഡ് വല്ലാണ്ട് ബാധിച്ചിട്ടില്ല. ഇപ്പം രാത്രിയോട് ഇന്നിപ്പോ ഇത് വൈകിട്ടോടുകൂടി സമയം അടുക്കുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം ദുർഘടമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരാനുള്ള ഒരു സാഹചര്യമാണോ അവിടെ ഉള്ളത്? രാത്രി സമയങ്ങളിൽ ഇവര് ഇല്ല, ജോലി ഉണ്ടാവത്തില്ല. കാരണം അത് അവര് കറക്റ്റ് ആ സമയം ആകുമ്പോ അവിടെ അവർ ചെയ്യുന്നില്ല. ഒരു 6 മണി ആകുമ്പോഴത്തേനും അവർ സ്റ്റോപ്പ് ചെയ്യും, ഇവിടെ വെക്കും. നൈറ്റ് ആ ഒരു സംഭവം ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കൊരു 2 ദിവസം കൊണ്ട് തന്നെ അതൊക്കെ ക്ലിയർ ആയിരുന്നു. ശരി രവി, വളരെയധികം നന്ദി ഈ സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും സമീപിക്കാം. ഇപ്പോൾ അപകട സ്ഥലത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ന്യൂസ് മലയാളത്തിന് വേണ്ടി ബഷീർ എന്ന വ്യക്തി കൂടി ചേരുന്നുണ്ട്. ബഷീർ, ഞാൻ മനസ്സിലാക്കുന്നത് ബഷീർ ഈ സംഭവ സ്ഥലത്ത് മുൻപുണ്ടായിരുന്നു. ബഷീർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ കാഴ്ചകളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദമാക്കാമോ? ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നത് ഇപ്പോൾ സ്ഥലത്തല്ല, ഇപ്പൊ കുറച്ച് മാറി നിൽക്കാണ്. അവിടെ ഇപ്പൊ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളായിട്ട് അവിടുന്ന് നമ്മളെ അങ്ങോട്ട് മാറ്റി നിർത്തിയതാണ്. അതായത് ഇപ്പം മഴ കുറവുള്ള കാരണം കൊണ്ട് ഇപ്പം പുരോഗമിച്ചിട്ടുണ്ട്. രക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഇപ്പം. ബഷീർ, ഈ അപകടം നടക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ടായിരുന്നോ? അതെ. ഞാനിപ്പം 4 ദിവസമായിട്ട്, ഞാനിപ്പം 4 വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ എന്ത് ജോലി ചെയ്യുന്ന ആളാണ് ബഷീർ? ഞാനിവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ അപകട സ്ഥലത്ത് കുറേയേറെ കടകളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ പല റിപ്പോർട്ടുകളിലും കേട്ടിരുന്നു. ഇവരെയൊക്കെ പരിചയമുള്ളവർ ആരെങ്കിലും ഒക്കെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നോ? അതായത് കണ്ടുപരിചയമുണ്ട് അവരൊക്കെ, അതല്ലാതെ ശരിക്കുള്ള അങ്ങനത്തെ പരിചയമൊന്നുമില്ല. പക്ഷെ കണ്ടുപരിചയമൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലം തന്നെയാണ് അത്. അങ്ങോട്ടും ഇങ്ങോട്ടും കടയിലൊക്കെ പോകുമ്പോൾ വരുമ്പോൾ കാണുന്ന സ്ഥലം തന്നെയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് അത്, ഈ സംഭവം നടന്ന സ്ഥലം. ബഷീർ, ഈ ഒരു സംഭവം നടക്കുന്നത് അറിയുന്നത് എപ്പോഴാണ്? അവിടേക്ക് എത്തിച്ചേരുന്നതൊക്കെ എങ്ങനെയാണ്? ആദ്യ കാഴ്ചകൾ അതെങ്ങനെയായിരുന്നു? തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം അറിഞ്ഞത്. അവിടെ പോയി നോക്കുമ്പം ഈ കടയും പിന്നെ ഒരു ടാങ്കറും കൂടി വെള്ളത്തിലായിരുന്നു. നിങ്ങൾ അവിടേക്ക് പറയൂ. മണ്ണ് മുകളിലത്തെ ഭാഗത്തുനിന്ന് ഇടിഞ്ഞു വീണ സ്പീഡില് അവിടെ ഉണ്ടായിരുന്ന ടാങ്കറും പിന്നെ ഒരു കട ഉണ്ടായിരുന്നു, ചായക്കട. ആ കടയും വെള്ളത്തിലേക്ക് അങ്ങ് ഇതായി പോയിട്ടുണ്ട്. അതിന് റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴ ഉള്ളത്. ബഷീർ, ആദ്യ സമയങ്ങളിൽ തന്നെ അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നു. രാവിലെ 8:30യോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ. ബഷീർ അപ്പൊ ഉടനെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നോ? നമ്മള് ഒരു 9 മണിയാകുമ്പോ അവിടെ എത്തിയിരുന്നു. അതിനുശേഷമുള്ള ഒരു രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യ സമയങ്ങളിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ? പക്ഷെ അതെന്ത് പറഞ്ഞാൽ ഇവിടെ നല്ല കനത്ത മഴയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ഇത് പ്രവർത്തനം അതീതം കാര്യങ്ങളായിട്ട് കുറച്ചെല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞ കാരണം രക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് ഇപ്പോ.
ഈ പുഴയിലുള്ള തിരച്ചിലൊക്കെ ഇപ്പോൾ അവസാനിപ്പിച്ചോ? ഇപ്പൊ ഈ മണ്ണ് മാറ്റുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? മണ്ണ് മാറ്റുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടുണ്ട്, പുഴയിലുള്ള തെരച്ചിലും നടന്നുകൊണ്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പുഴന്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ചില വീടും കാര്യങ്ങളൊക്കെ ഈ മണ്ണ് ഇടിഞ്ഞ് വീണ ഫോർസില് വെള്ളം അവിടെ കയറിയിട്ട് അവിടെ കുറെ വീടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുഴയിൽ തെരച്ചിലും കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടുണ്ട്. ഈ നമ്മൾ മലയാളിയായിട്ടുള്ള അർജുന്റെ വാഹനം അടക്കം, ലോറി അടക്കം മറ്റ് ലോറികൾ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടോ? എങ്ങനെയാണ് ഈ മണ്ണിനടിയിൽ ആരൊക്കെ ഉണ്ടാകാം, കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ? അതായത് എല്ലാവർക്കും സംശയങ്ങളല്ലാതെ ഇതിപ്പോ കൺഫേം ആയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ആള് വരുന്ന സ്ഥലമായിരുന്നു അത്. അതായത് അവിടെ ഒരു ചെറിയ കടയും പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇപ്പം ഗോവ, മുംബൈ അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ അവിടെയാണ് ചായ കുടിക്കാൻ നിർത്തല്. അപ്പൊ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് അതിന്റെ അടിയിൽ ഇനി വണ്ടി ഉണ്ടോ ഇല്ല പുഴയിലായിരിക്കോ വീണത് ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടുത്തെ ജനങ്ങള്. ഇന്നിപ്പോൾ ഈ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ആശ്വാസജനകമാണല്ലേ? രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണോ അവിടെ നിന്നുള്ളത്? അതെ അതെ, ഇപ്പൊ 1 മണിക്കൂറായിട്ട് മഴ കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പം രക്ഷണ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. പക്ഷെ 4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു ഈ ഭാഗത്ത്. അതുകൊണ്ട് കുറച്ചെല്ലാം അവര് ഇതും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി പോയി അറിയാൻ പറ്റിയത്. ശരി ബഷീർ, വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞതിന്. ബഷീർ അപകട സ്ഥലത്തിന് അടുത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ബഷീർ ഈ സംഭവങ്ങളൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ വ്യക്തിത്വം കൂടിയായിരുന്നു ബഷീർ.